മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട അയച്ചാണ് കേട്ടോ. അത് നിലവിൽ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ ഈ ക്രാങ്ക് ജാമായിട്ട് വണ്ടി ഓഫായി പോയതാണ്. അതായത് കണക്ടറോട് സ്റ്റക്കായി പോയി. അങ്ങനെ വണ്ടി ഓട്ടത്തിൽ ഓഫായേക്കണതാണ്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ പിസ്റ്റണൊക്കെ ഒരു പ്രാവശ്യം സിലിണ്ടറൊക്കെ ബോർ ചെയ്തിട്ടാണ്. കാരണം അതുമേ കിടക്കുന്നത് ഫസ്റ്റ് ബോർ പിസ്റ്റണാണ് അതുമേ കിടക്കാം. അതേപോലെ തന്നെ ക്രാങ്ക് ഫുള്ളായിട്ട് കണക്ടറോട് ജാമായി പോയേക്കാണ്. പിന്നെ അതേപോലെ എൻജിൻ നമ്മളിപ്പോൾ അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ വാൽവ് ഐറ്റംസ് നമുക്ക് മാറ്റി പുതിയതിടേണ്ടി വരും. കാരണം വാൽവിൻ്റെ സീറ്റിങ് പോയിട്ടുണ്ട്. ഇൻലെറ്റ് വാൽവിൻ്റെ അത്രയും കുഴപ്പമില്ല. ഇൻലെറ്റ് വാൽവ് ആവറേജ് സീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഈ എക്സോസ്റ്റ് വാൽവ് ഫുള്ള് ഗൈഡ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സീറ്റിംഗ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ അഴിക്കുമ്പോൾ സാധാരണ ഇതിൽ എഞ്ചിൻ അഴിച്ച് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയിൻ, അതിനോടനുബന്ധിച്ച് തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ബെയറിങ്ങൾ, ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പറയുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്ങൾ, അതൊക്കെ മാറ്റിയിട്ടാണ് സാധാരണ സെറ്റ് ചെയ്യാറ്. അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ഡാമേജുള്ള പാർട്സുകൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യാം. അതാവുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക്, അതായത് കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ലൈഫ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും എൻജിൻ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ക്രാങ്കൊക്കെ ലേറ്റി കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സിലിണ്ടർ ഫസ്റ്റ് ബോറാണ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ബോറിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ബോറിംഗ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് റേറ്റ് കുറയ്ക്കാനായിട്ട് അതാ മാർഗമുള്ളൂ. അപ്പോൾ എമൗണ്ട് കുറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ ക്ലച്ച് ഡിസ്ക് മാറേണ്ട ആവശ്യമില്ല. ടൈമിംഗ് ചെയിനും അതിൻ്റെ പാഡ് സെറ്റും മാറണം. അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഈ ബെയറിങ്ങുകളും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങുകൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മാറ്റി വിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ സാധാരണ രീതിയിൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ മാറ്റുന്ന പാർട്സുകളുടെയും അതിന് വരുന്ന ചാർജുകളും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ വാട്സാപ്പിനകത്തേക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. സാധാരണ നമുക്കൊരു ഗ്ലാമറിൻ്റെ എൻജിൻ പണിയുമ്പോൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, അത് നമുക്ക് 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തു പോകാറ്. പാർട്സുകൾ മാറ്റി ചെയ്യണ ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണം കേട്ടോ. അത് നോക്കാം. അത് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല രീതി. പിന്നെ നമുക്ക് ലോ കോസ്റ്റിലേക്ക് ആക്കുമ്പോൾ അറിയാലോ, നമുക്ക് ലേബർ ചാർജിലൊന്നും വ്യത്യാസം വരാൻ പോകില്ല. ലേബർ ചാർജൊക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് പാർട്സുകളിലാണ് വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങളൊക്കെ മാറ്റുക, ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റേണ്ട ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് നിലവിൽ റേറ്റ് കുറയും. സിലിണ്ടർ മാറ്റിയിടുമ്പോൾ നമുക്ക് 3000 ചില്ലാൻ്റെ സിലിണ്ടർ കിറ്റ് വരാം. അത് നമ്മൾ ബോർ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 1700 രൂപയിലേക്ക് താഴും. അപ്പോൾ പാർട്സിൻ്റെ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും പറയണേൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് രീതിയിലും സാധാരണ വണ്ടികൾ വർക്ക്ഷോപ്പുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ 1 ഇയർ വാറണ്ടിയിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യണതായിരിക്കും ബെറ്റർ എന്ന് നമ്മൾ പറയാറുള്ളൂ. കാരണം ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ ഇതിനോടനുബന്ധിച്ച് തന്നെ സാധനങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്ന് വെച്ചാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളതാണ് ഇത്. കറക്റ്റ് ഓയിൽ ചേഞ്ച്, അതിൻ്റെ പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നല്ല ലൈഫ്, നല്ല രീതിയിലുള്ള ലൈഫ് നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലെടുത്ത് പറഞ്ഞത്. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് പറയേണ്ടത് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഞ്ചിൻ വർക്കിന് എത്രയായി എന്നാണ് സ്വാഭാവികമായിട്ടും ഷോപ്പുകളിൽ ചോദിക്കുള്ളൂ. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ പറയുന്ന റേറ്റും നമ്മുടെ റേറ്റും തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസ് വരും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോഴാണ് ആ എമൗണ്ട് വരാം. അതാ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല. മറ്റൊരുപാട് നോക്കുമ്പോൾ തട്ടിക്കുട്ടിയുള്ള പരിപാടിയിലാണ് അത് ചെയ്തു പോവുക. അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല രീതിയിൽ ചെയ്തു പോണതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ മാറ്റേണ്ട പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ കാറ്റലോഗിൻ്റെ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ആ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഏതൊക്കെയാണ് മാറ്റുന്ന ഭാഗങ്ങളെന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതും പ്രകാരം നമുക്ക് വണ്ടി വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയാൽ അതനുസരിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണം. ഓക്കെ.